ശിവയെ അടിച്ചതോർത്തുകൊണ്ട് സങ്കടപ്പെട്ട് അച്ഛനെ നോക്കിയിരിക്കുകയാണ് മിത്ര. അച്ഛൻ്റെ തളർന്നുപോയ കൈയെടുത്തവൾ അവളുടെ കവിളിലേക്ക് അമർത്തി വെച്ചിട്ടുണ്ട്. തന്നോട് കെഞ്ചിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞ ശിവയെക്കുറിച്ച് ഓർക്കുന്തോറും അവൾക്ക് ഉള്ളിൽ വേദന തോന്നി. ആ വേദന അവളുടെ കണ്ണുനീരായി കണ്ണിൽ നിന്നും ഒഴുകി കവിളിനെ നനച്ചുകൊണ്ടിരുന്നു. ഗോവിന്ദൻ മകളെ തന്നെ നോക്കിക്കിടക്കുകയാണ്. അനിയന്മാർ ചതിച്ച് തങ്ങളെ ഇറക്കി വിട്ടതാണെന്ന് അയാൾക്കറിയാം. ഒന്നും ചെയ്യാൻ കഴിയാത്ത അയാളുടെ അവസ്ഥയിൽ ഗോവിന്ദന് സ്വയം വേദന തോന്നി. അവൾ ജോലിക്ക് പോകുകയാണെന്നും അയാൾക്കറിയാം. പക്ഷെ ജോലി എന്താണെന്ന് മാത്രം അവൾ അച്ഛനോട് പറഞ്ഞിരുന്നില്ല. പൊന്നുപോലെ വളർത്തിയ മകൾ ഒരു ടെക്സ്റ്റൈൽസിലെ സെയിൽസ് ഗേൾ ആണെന്നറിഞ്ഞാൽ അച്ഛന് വിഷമമാകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഒന്നാമത് ഈ ഒരവസ്ഥയിൽ അച്ഛനോട് തൻ്റെ വേദനകൾ പറഞ്ഞാൽ അത് അയാളുടെ BP കൂട്ടുക മാത്രമേ ചെയ്യൂ എന്ന് അവൾക്കറിയാമായിരുന്നു. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി അവൾ സ്വയം ഉരുകിക്കൊണ്ടിരുന്നു. തന്നെ ഉറ്റുനോക്കി കിടക്കുന്ന അയാളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഞെട്ടലോടെ അവൾ കവിളിൽ ചേർത്ത് വെച്ച ഗോവിന്ദൻ്റെ കൈകളെ താഴേക്ക് വെച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചു. അവൾ അയാളുടെ കവിളിലൊന്ന് തലോടി. എന്താ അച്ഛേ, എന്തിനാ കണ്ണു നിറഞ്ഞ്? അവൾ പുഞ്ചിരിയോടെ അയാളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അവൾ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഒന്നുമില്ല അച്ഛേ, വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരുന്നെന്നുള്ളൂ. അതിന് അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടണ്ട കേട്ടോ. അവൾ അയാളുടെ കവിളിലൊന്ന് ചുംബിച്ചു. അയാൾ അവളെ തന്നെ നോക്കിക്കിടന്നു. അയാൾ വീണ്ടും വീണ്ടും എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്തായിരിക്കും അച്ഛയ്ക്കിപ്പോൾ പറയാനുണ്ടാകുകയെന്ന് അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. അവൾ അയാളുടെ നെഞ്ചിലേക്ക് അവളുടെ മുഖം പതിയെ അമർത്തി വെച്ചു. നമുക്കാരും വേണ്ട അച്ഛേ, അച്ഛയ്ക്ക് ഞാനും, എനിക്ക് അച്ഛയും മാത്രം മതി, അല്ലാതെ അല്ലാതെ ആരും വേണ്ട. ഇടർച്ചയോടെ അവൾ പറഞ്ഞു നിർത്തി. അവളുടെ കണ്ണുനീർ അയാളുടെ നെഞ്ചിൽ തട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു. അവൾ വെപ്രാളത്തോടെ കണ്ണു തുടച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അച്ഛേ, എന്തിനപ്പം ഈ സങ്കടം? വെറുതെ അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കല്ലേ. എനിക്ക് എൻ്റെ അച്ഛയേ ഉള്ളൂ, അത് മറക്കണ്ട. പറയുന്നതിനോടൊപ്പം അവൾ അയാളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അച്ഛയ്ക്ക് പെട്ടെന്ന് സുഖാവൂട്ടോ. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ അച്ഛയുടെ പഴയ മിത്രമോളാവാൻ. അച്ഛൻ എന്നോട് മിണ്ടിയിട്ടിപ്പോൾ എത്ര ദിവസമായെന്നറിയോ? ഇങ്ങനെ വെറുതെ കിടന്നാൽ എങ്ങനെയാ? പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണം കേട്ടോ. അവൾ വേദന ഉള്ളിലൊതുക്കി അയാളോട് ചിരിയോടെ പറഞ്ഞു. ഫോണടിക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഗോവിന്ദനോടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. ടേബിളിലിരിക്കുന്ന ഫോൺ കയ്യിലെടുത്ത് അവൾ അതിലേക്ക് നോക്കി. അവളുടെ കൈകൾ ഒന്ന് വിറച്ചുപോയി. ഗോവിന്ദനെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പെട്ടെന്ന് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഗിരീഷ് ചെറിയച്ഛനാണ്. ഇങ്ങനൊരു കോൾ അല്ലെങ്കിൽ നേരിട്ടൊരു വരവോ താൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇന്ന് ആ തമിഴൻ ഫോണിൽ വിളിച്ചത് അവളുടെ ചെറിയച്ഛന്മാരെ തന്നെ ആകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ, അവൾ വിറയലോടെ പറഞ്ഞു. അപ്പുറത്തു നിന്നും കുഴഞ്ഞ ശബ്ദത്തോടെ ആരൊക്കെയോ സംസാരിക്കുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയാകുമെന്ന് അവൾ ഊഹിച്ചു. ഹലോ, കുഴഞ്ഞ ശബ്ദത്തോടെ ഗിരീഷ് പറഞ്ഞു. അവൾ ഒന്ന് മൂളി. എന്താടി, നിന്റെ മറ്റവനെ വെച്ച് ഞങ്ങളെ അങ്ങോട്ട് ഉണ്ടാക്കാന്ന് കരുതിയോ നീ? കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞുകൊണ്ട് ഗിരീഷ് അവൾക്ക് നേരെ അലറി. അയാളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ കേട്ട് അവൾക്ക് അറപ്പ് തോന്നി. ചെറിയച്ഛനെന്ന് ഇത്ര വൃത്തികെട്ടവനെയാണ് വിളിച്ചത് എന്ന് പോലും അവൾ ചിന്തിച്ചുപോയി. പക്ഷേ അതിനേക്കാൾ കൂടുതലായി അവൾ ചിന്തിച്ചത് അയാൾ പറഞ്ഞ വാക്കുകളെയാണ്. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല, അവൾ അയാളോട് പറഞ്ഞു. ഓ, ആരോടാ നിന്റെ ഈ അഭിനയം മിത്രേ? ഞങ്ങളോടോ? അയാൾ പുച്ഛത്തോടെ ചോദിച്ചു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറയൂ, അല്ലാതെ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. ആഹാ, അപ്പം നാവൊക്കെ പൊന്തി തുടങ്ങിയല്ലേ? അതിനെങ്ങനാ? അവനുണ്ടല്ലോ കൂട്ടിനെന്ന് അഹങ്കാരാവുമല്ലേ? അവനെ കൊണ്ട് മറ്റവനെ തല്ലി ഒതുക്കി ഹോസ്പിറ്റലിലാക്കിയ രക്ഷപ്പെട്ടു എന്ന് കരുതിയോടി നീ? അയാൾ ദേഷ്യത്തോടെ ഫോണിലൂടെ അലറി. മിത്ര നടുങ്ങിപ്പോയി. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ എന്താ പറഞ്ഞത്? ആര് ആര് തല്ലിയെന്നാ? അവൾ വിറയലോടെ ചോദിച്ചു. എന്താ അവളുടെ അഭിനയം? നിന്റെ മറ്റവൻ തന്നെ, ശിവദത്തൻ. നിങ്ങളെ രണ്ടാളെയും ആ ടെക്സ്റ്റൈൽസിനടുത്ത് നിന്ന് കണ്ടു എന്ന് പറഞ്ഞ് അവൻ വിളിച്ചിരുന്നു ഞങ്ങളെ. അയാൾ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും മിത്രയുടെ ശരീരം ഒന്നാകെ വിയർപ്പു തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോഴേക്കും ഗിരീഷിന്റെ കയ്യിൽ നിന്നും ഗോപൻ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി. നീ എന്താ മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല മിത്രേ,
പക്ഷെ അവൻ്റെ കൂടെ ജീവിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, ഗോപൻ ദേഷ്യത്തോടെ പറഞ്ഞു. മിത്രയ്ക്ക് എല്ലാം കൂടെ കേട്ടിട്ട് ആകെ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ തങ്ങളെ വീണ്ടും വീണ്ടും പിന്തുടർന്ന് ദ്രോഹിക്കുന്ന ചെറിയച്ഛന്മാരോട് ദേഷ്യവും. നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം നിങ്ങൾ ഞങ്ങളിൽ നിന്നും തട്ടിയെടുത്തില്ലേ, ഇനി ഞാൻ എങ്ങനെ ആരോടൊപ്പം ജീവിച്ച നിങ്ങൾക്കെന്താ? അവളും ദേഷ്യത്തോടെ തന്നെയാണ് അത് ചോദിച്ചത്. മറുവശത്ത് അല്പനേരം മൗനമായത് അവൾ അറിഞ്ഞു. ഓ, അപ്പൊ ഞങ്ങളുടെ ഊഹം തെറ്റിയില്ല അല്ലേ മിത്രേ? ഗോപന്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് ഗണേഷ് ദേഷ്യത്തോടെ പറഞ്ഞു. അവളുടെ നെറ്റി ചുളിഞ്ഞു. എന്താടി ഒന്നും മിണ്ടാത്തത്? അപ്പോ നീ പറഞ്ഞിട്ട് തന്നെയാണല്ലേ ശിവ സെൽവത്തെ തല്ലി ചതച്ച് ഹോസ്പിറ്റലിലാക്കിയത്? അയാൾ പല്ല് കടിച്ചു. മിത്രയുടെ മുഖത്ത് പകപ്പ് നിറഞ്ഞു. ദത്തേട്ടനോ? എന്റെ ദത്തേട്ടൻ തന്നെയാണോ? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. ആ, നിന്റെ ദത്തേട്ടൻ തന്നെ, ഗണേഷിന്റെ അടുത്തിരുന്നു കൊണ്ട് കുഴഞ്ഞ ശബ്ദത്തോടെ ദിനേശൻ പറഞ്ഞു. എല്ലാവരും താൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ മുഖത്തെ പകപ്പും മാറി. അവിടെ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. ദത്തേട്ടൻ, എൻ്റെ ദത്തേട്ടൻ അവൻ അടിച്ചെന്നോ? അപ്പോൾ ദത്തേട്ടൻ അറിഞ്ഞു എല്ലാം? അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴേക്കും അവളുടെ ശരീരം വിറച്ചു പോയിരുന്നു. നീ എന്താടി ഒന്നും മിണ്ടാത്തത്? ഗണേഷ് ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്കിപ്പോൾ ദത്തേട്ടനായി ഒരു ബന്ധവുമില്ല. എന്നെ വാച്ച് ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ച ഗുണ്ട പറഞ്ഞില്ലേ ഇന്ന് നടന്ന സംഭവങ്ങളൊന്നും? അവളുടെ ശബ്ദമിടറി. ഗണേഷ് ഒന്ന് അമർത്തി മൂളി. അവനുമായിട്ട് നീ ബന്ധം പുലർത്താതിരിക്കുന്നത് തന്നെയാണ് അവൻ്റെ ജീവന് നല്ലത്. അതല്ലെങ്കിൽ ഇപ്പോൾ സെൽവൻ മാത്രമേ ഹോസ്പിറ്റലായിട്ടുള്ളൂ, വേറെ ആളുകളുണ്ട്. വെറുതെ എന്തിനാ മോളെ ചെറിയച്ഛന്മാരെ കൊണ്ട് കടുങ്കൈ ചെയ്യിക്കുന്നത്? അയാളുടെ ശബ്ദത്തിൽ പുച്ഛമായിരുന്നു. എന്തിനാ ചെറിയച്ഛ ഞങ്ങളോടിങ്ങനെ? ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമല്ലേ? എന്നിട്ടും ഇനിയും എന്തിനാ ഞങ്ങളിങ്ങനെ വേട്ടയാടുന്നത്? വെറുതെ വിട്ടേക്ക് ഞങ്ങളെ. മിത്ര കരഞ്ഞു പോയിരുന്നു. മോള് കരയണ്ട കേട്ടോ, ചെറിയച്ഛൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, അയാൾ പരിഹാസത്തോടെ പറഞ്ഞു. പക്ഷേ അയാളുടെ ഉള്ളിൽ ഭയമായിരുന്നു. ശിവദത്തൻ, അവൻ നീ കരുതുന്നത് പോലെ വെറുമൊരു തെരുവുകൊണ്ട മാത്രമല്ല മിത്രേ. അതിനപ്പുറം നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ശിവദത്തൻ ഒരു ബിസിനസ്സുമാനാണവൻ. ഇപ്പോൾ അവൻ ചെയ്യുന്ന ജോലി അതല്ലെങ്കിലും അവനുള്ളിൽ ഇപ്പോഴും ആ ഒരു ബിസിനസ്മാൻ്റെ എല്ലാ ബുദ്ധിയും ഉണ്ടാവും. സത്യങ്ങൾ അറിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളിൽ നിന്നും ഈ സ്വത്തുക്കളെല്ലാം അവൻ ഏത് വിധേനയും നേടിയിരിക്കും. അതിന് ഞങ്ങളായിട്ട് ഇടവരുത്തുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് നിന്നെ അവനുമായിട്ട് അടുക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല, അയാൾ മനസ്സിൽ പേടിയോടെ പറഞ്ഞു. എന്നാൽ ശരി മിത്രേ, പറഞ്ഞതൊന്നും മറക്കാൻ നിൽക്കണ്ട. അവൻ്റെ ജീവൻ നീ കാരണം നഷ്ടപ്പെട്ടാൽ നിനക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പെട്ടെന്ന് ഫോൺ കട്ടാക്കി. മിത്ര ആ ഫോണിലേക്ക് തന്നെ അല്പനേരം നോക്കി നിന്നു. പതിയെ ശിവയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരേ സമയം പുഞ്ചിരിയും വേദനയും നിറഞ്ഞു. പിറ്റേന്ന് അവൾ ടെക്സ്റ്റൈൽസിൽ നിന്നും ഇറങ്ങുമ്പോൾ റോഡ് സൈഡിലെല്ലാം ശിവയെ തിരഞ്ഞെങ്കിലും അവൾക്ക് കാണാനായില്ല. അവൾക്കുള്ളിൽ ഒരു വേദന തോന്നി. അവൾ അടിച്ചതുകൊണ്ടാണ് അവൻ അവളുടെ മുന്നിൽ വരാത്തതെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും ചെറിയച്ഛന്മാർ പറഞ്ഞത് അവളുടെ ഉള്ളിൽ ഒരു പേടിയായി നിറഞ്ഞു നിന്നിരുന്നു. അവനെ അവർ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നെല്ലാം ഓർക്കുമ്പോഴേക്കും അവളുടെ ശരീരം വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു വന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും അവൾ അവനെ തിരഞ്ഞെങ്കിലും അപ്പോഴും അവൻ അവളെ കാണാൻ വന്നിരുന്നില്ല. അപ്പോഴേക്കും ഭയം അവളെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയിരുന്നു. രണ്ടും കൽപ്പിച്ച് അവൾ അവനെ ഫോൺ വിളിച്ചപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾ ഭദ്രയുടെ നമ്പർ ഫോണിലെടുത്ത് അതിലേക്കൊന്ന് നോക്കി. പതിയെ അവൾ ഭദ്രയ്ക്ക് കോൾ ചെയ്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു. മിത്രയുടെ കോൾ കണ്ട ഭദ്രയിലൊരു ഞെട്ടലുണ്ടായി. എങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഭദ്രേ, ഞാനാ മിത്ര. അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. ഭദ്രയ്ക്ക് സങ്കടമാണ് തോന്നിയത്. ഇത്രയും നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു കോൾ. അന്ന് വിച്ചുവിനെയും ഭദ്രയെയും മിത്ര വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ശേഷവും ഭദ്ര മിത്രയെ എന്നും വിളിച്ചിരുന്നു. അവളുടെ അവസ്ഥ അറിഞ്ഞ് ഒരിക്കൽ ശിവ കുറച്ച് പണം അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിരുന്നു. പക്ഷേ അന്ന് രാത്രി മിത്ര തന്നെ വിളിച്ചിരുന്നു. അവൾക്ക് ആരുടെയും പണം വേണ്ടാന്ന് ശിവേട്ടനോട് പറയാൻ പറഞ്ഞു അവൾ. ആ പണം അതുപോലെ തന്നെ തിരികെ അയച്ചു. ശിവയ്ക്ക് അതിൽ നല്ല സങ്കടം തോന്നിയിരുന്നു. അത് കാണെ ഭദ്രയ്ക്കും മിത്രയോട് ദേഷ്യവും സങ്കടവും തോന്നിപ്പോയി. ശിവേട്ടൻ അവളുടെ ആരുമല്ല എന്നുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു അന്ന് അവളുടേത്. അതിനുശേഷം ഒരിക്കലും അവൾ തന്നെ വിളിച്ചിട്ടില്ല. ഇപ്പോൾ എന്തിനാവും അവൾ വിളിക്കുന്നതെന്ന് ഭദ്രയ്ക്ക് അറിയാമായിരുന്നു. എന്താണ് മിത്രയ്ക്ക് സംഭവിച്ചതെന്ന് ശിവ തന്നെ അവളോടും വിച്ചുവിനോടുമെല്ലാം പറഞ്ഞിരുന്നു. അന്ന് സെൽവത്തെ അവൾ പേടിയോടെ നോക്കുന്നത് ശിവയും കണ്ടിരുന്നു. അവൾ പോയതിനു പിന്നാലെ അയാളും പോകുന്നത് കണ്ട് അവൻ അയാളുടെ ബൈക്കിൻ്റെ നമ്പർ നോക്കി
കാശിക്ക് അയച്ചു കൊടുത്തിരുന്നു. രാത്രി എല്ലാവരും കൂടെ സെൽവനും കൂട്ടാളികളും താമസിക്കുന്നിടത്ത് ചെന്ന് അവനെ നല്ലോണം പെരുമാറി. അവനിൽ നിന്ന് തന്നെ ശിവ സത്യങ്ങളെല്ലാം അറിഞ്ഞു. എല്ലാം അറിഞ്ഞപ്പോൾ ശിവ ശരിക്കും തകർന്നു പോയിരുന്നു. അന്നവൻ നേരെ പോയത് വിച്ചുവിൻ്റെ വീട്ടിലേക്കാണ്. എല്ലാം അറിഞ്ഞപ്പോൾ അവരും ഞെട്ടിപ്പോയിരുന്നു. ഈ ചെറുപ്രായത്തിൽ മിത്ര ഇത്രയൊക്കെ അനുഭവിച്ചതോർത്ത് എല്ലാവർക്കും വേദന തോന്നി. ശിവയും ആകെ തകർന്നിരുന്നു. അവളെ ഓർക്കെ അവൻ്റെ കണ്ണിൽ അപ്പോഴും കണ്ണുനീർ ഉരുണ്ടുകൂടി. മിത്ര കാരണം ആളുകൾക്കിടയിൽ അപമാനിതനായതൊന്നും ഓർക്കാതെ അവൻ അന്നും അവളെ വിളിച്ചു. പക്ഷേ അന്ന് ചെറിയച്ഛന്മാർ രാത്രി വിളിച്ചു ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവൾ അന്നും അവൻ്റെ ഫോൺ എടുത്തിരുന്നില്ല. ശിവയ്ക്ക് ആകെ വേദന തോന്നി. പക്ഷെ ഒരിക്കലും ചെറിയച്ഛന്മാരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് അവൻ മനസ്സിലുറപ്പിച്ചിരുന്നു. വിച്ചുവിനോടും മറ്റുള്ളവരോടും ഒരു ഇടം വരെ പോകാനുണ്ട്, മിത്രയെ നോക്കണം എന്ന് മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ. പോയിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അവൻ്റെ ഒരു വിവരവും ഇല്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫുമാണ്. എല്ലാവരും മിത്രയെപ്പോലെ തന്നെ ആകെ ഭയന്നിരിക്കുകയാണ്. മിത്രയുടെ ഈ അവഗണന ശിവയെപ്പോലെ തന്നെ ഭദ്രയെയും തളർത്തിയിരുന്നു. അവൾക്ക് മിത്രയോട് ഇപ്പോഴും സ്നേഹം തന്നെയാണ്. പക്ഷേ മിത്രയുടെ അവസ്ഥ അറിഞ്ഞിട്ടും അവളോട് അടുക്കാൻ അവളൊരു അവസരം തരാത്തതിൽ ഭദ്രയ്ക്ക് ദേഷ്യം തോന്നിയിരുന്നു. ശിവേട്ടനോട് അടുത്താലല്ലേ ശിവേട്ടൻ്റെ ജീവൻ ആപത്തുള്ളൂ, എന്നോട് മിണ്ടിക്കൂടെ അവൾക്ക്. ഭദ്രയുടെ കണ്ണ് നിറഞ്ഞു. ഭദ്രേ, നീ കേൾക്കുന്നില്ലേ? മിത്രയുടെ ഇടർച്ചയോടെയുള്ള ശബ്ദം. പറയേ, എന്ത് വേണം? ഭദ്ര അല്പം ഗൗരവത്തിൽ ചോദിച്ചു. അപ്പുറത്ത് അല്പനേരം മൗനമായി. എന്താണെന്ന് വെച്ചാ വേഗം പറയേ, എനിക്കല്പം തിരക്കുണ്ട്. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാത്ത, എന്നോടൊന്നും പറയാൻ താല്പര്യമില്ലാത്ത ആളോട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഭദ്രയുടെ ശബ്ദത്തിൽ ഇടർച്ച കലർന്നിരുന്നു. മിത്ര ഞെട്ടിപ്പോയി. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മിത്രയ്ക്ക് വ്യക്തമായില്ല. പക്ഷേ അവരെല്ലാം അറിഞ്ഞു കാണുമോ എന്നോർക്കെ അവൾക്ക് പേടി തോന്നി. വെറുതെ വിളിച്ചതാണോ? ഭദ്ര ചോദിച്ചു. അത് ഭദ്രേ, നീ നേരത്തെ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിന്നോട് എന്ത് മറച്ചു വെച്ചു എന്നാ? ഉള്ളിലെ ടെൻഷൻ ഒതുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഭദ്രയുടെ കണ്ണ് നിറഞ്ഞു. അവളോടൊന്നും പറയണ്ട ഭദ്രമോളെ. നമ്മൾ സത്യങ്ങൾ അറിഞ്ഞു എന്നറിഞ്ഞാൽ സ്ത്രീക്കത് കൂടുതൽ പേടി തോന്നുകയുള്ളൂ. ഇപ്പോൾ തന്നെ അവൾക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ടെൻഷനുണ്ട്. പോകുന്നതിന് മുന്നേ ശിവ പറഞ്ഞത് ഭദ്ര ഓർത്തു. അതൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ ഞങ്ങളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കുന്നില്ലല്ലോ, പിന്നെന്തിനാ നീ ചോദിക്കുന്നത്? ഭദ്ര ചോദിച്ചപ്പോൾ മിത്ര വെപ്രാളത്തോടെ അവളുടെ മുഖം തുടച്ചു. നീ ഇപ്പോൾ എന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അവളുടെ അവസ്ഥ മനസ്സിലാക്കി ഭദ്ര പെട്ടെന്ന് പറഞ്ഞു. മിത്ര ഒന്ന് ശ്വാസം വിട്ടു. അത് പിന്നെ ദത്തേട്ടൻ എവിടെയാ? കാണാറില്ലപ്പോൾ. അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. മറുതലയ്ക്കൽ ഭദ്രയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ദത്തേട്ടനോ? അതാരാ? ആ ബന്ധമൊക്കെ അവസാനിപ്പിച്ചെന്നല്ലേ നീ പറഞ്ഞത്? അവൾ കപട ദേഷ്യത്തോടെ ചോദിച്ചു. മിത്ര എന്തു പറയണമെന്നറിയാതെ അല്പനേരം നിന്നു. ശിവേട്ടൻ എവിടെയാ? അവൾ ചോദിച്ചു. അറിയില്ല, ആരോടും ഒന്നും പറഞ്ഞില്ല. പോവുകയാണെന്ന് മാത്രം പറഞ്ഞു. നീ ശിവേട്ടനെ ആളുകളുടെ ഇടയിലിട്ട് അപമാനിക്കുകയും അടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ സങ്കടത്തോടെ ഇരുന്നിരുന്നു. കാണാതായിട്ടിപ്പോൾ ഒരാഴ്ചയ്ക്ക് മുകളിലായി. ഭദ്ര പറഞ്ഞു നിർത്തി. മിത്ര ഞെട്ടിപ്പോയി. ഒരാഴ്ചയ്ക്ക് മുകളിലോ? അപ്പന് ദത്തേട്ടൻ എവിടെ പോയി? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എങ്ങോട്ടോ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഭദ്ര പറഞ്ഞു. അത് കേൾക്കെ മിത്രയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ഇത് ചോദിക്കാനെങ്കിലും എന്നെ വിളിക്കാൻ തോന്നിയല്ലോ നിനക്ക്. സന്തോഷമുണ്ട് മിത്രേ. ഞാൻ എന്നും വിളിക്കുന്നത് നിന്റെ ഫോണിലേക്ക് തന്നെയല്ലേ. എന്നിട്ടും സാരല്ല. നിനക്ക് കിട്ടിയ ഏറ്റവും വേസ്റ്റ് ഫ്രണ്ട് ഞാനല്ലേ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇടറുന്ന സ്വരത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ഭദ്ര ഫോൺ കട്ട് ചെയ്തു. രണ്ടുപേരും ഒരുപോലെ കരഞ്ഞുപോയിരുന്നു. അപ്പോഴേക്കും തുടരും.